മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ജോഡി മോഹൻലാൽ ശോഭന. നിറഞ്ഞ സദസ്സിൽ വലിയ വിജയമായി മുന്നോട്ട് പോകുന്ന തുടരുമെന്ന സിനിമയിലൂടെ തുടരുന്ന മോഹൻലാൽ ശോഭന കോംബോ. എത്രയെത്ര മനോഹര സിനിമകളിൽ ഈ കോംബോ നമുക്ക് വേണ്ടി ഒന്നിച്ചു. എത്രയോ മനോഹര ഗാനങ്ങൾ ഇവരിലൂടെ നമ്മൾ കണ്ട് ആസ്വദിച്ചു. എണ്ണത്തിന്റെ കാര്യം പറഞ്ഞാൽ ശോഭനയുടെ കണക്ക് പ്രകാരം ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് 55 സിനിമകളാണ്. 65 കുറച്ച് കൂടുതലല്ലേ? 60, 55. തുടരും സിനിമ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ മിക്ക മീഡിയാസും അവരുടെ 56ാമത്തെ ചിത്രം എന്ന വാർത്ത കൊടുത്തിരുന്നു. ഞങ്ങളുടെ കോമ്പിനേഷൻ ഐ തിങ്ക് ഇറ്റ്സ് അവർ 56th ഫിലിം ടുഗദർ. പക്ഷേ എന്റെ അറിവിൽ ഞാൻ ഇവർ രണ്ടുപേരും അഭിനയിച്ച മുഴുവൻ സിനിമകളുടെ ലിസ്റ്റ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ആകെ റിലീസായിട്ടുള്ളത് 26 പടങ്ങൾ മാത്രമാണ്. അതിൽ റിലീസാവാത്ത 1990-ലെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ധനുഷ്കോടി എന്ന സിനിമയും കൂടി കൂട്ടിയാലും 27 ആവുകയുള്ളൂ. ഇനിയിപ്പോ എന്റെ അറിവിലില്ലാത്ത ലിസ്റ്റിലൊന്നും പെടാത്ത ഏതെങ്കിലും പടം കൂടി ഉണ്ടായാൽ കൂടിപ്പോയാൽ 30-ൽ കൂടുതലൊന്നും വരില്ല. ഇത് ശോഭന തള്ളുന്നൊന്നും ആയിരിക്കില്ല, കൃത്യമായിട്ട് ഓർക്കാത്തതാവും. ഇവർ തമ്മിൽ ഇത്രയും വർഷത്തെ പരിചയം, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, എണ്ണാനുള്ള സമയമൊന്നും കിട്ടി കാണുകയില്ല. എന്തായാലും നമ്മളിന്ന് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച ആ 27 പടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. 1985-ലാണ് ഇവർ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചത്. 85 ജനുവരി 22-ന് റിലീസായ KS സേതുമാധവൻ സംവിധാനം ചെയ്ത അവിടുത്തെ പോലെ ഇവിടെയും എന്ന സിനിമയിലൂടെ. ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ മമ്മൂട്ടിയും ഹിന്ദി താരം കവിത ഠാക്കൂറും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ മോഹൻലാലും ശോഭനയും ജോഡിയായിട്ട് തന്നെയാണ് അഭിനയിച്ചത്. ആ വർഷം തന്നെ അഴിയാത്ത ബന്ധങ്ങൾ, അനുബന്ധം, രംഗം എന്നീ സിനിമകളിൽ ഇവർ ഒരുമിച്ച് പെയറായിട്ട് അഭിനയിച്ചു. കൂടാതെ വസന്തസേന എന്നൊരു സിനിമയിൽ കൂടി 85-ൽ അഭിനയിച്ചു. പക്ഷേ അതിൽ സീമയായിരുന്നു മോഹൻലാലിന്റെ ജോഡി. ശോഭന സീമയുടെ മകളായിട്ടാണ് അഭിനയിച്ചത്. മോഹൻലാലിനെ ഫ്ലാഷ് ബാക്കിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. എങ്കിലും ഒരുപക്ഷെ കൗതുകം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ശോഭനയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഒരേ ഒരു സിനിമ ഇതായിരിക്കും, വസന്തസേന. 1986-ൽ 6 ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു. സത്യൻ അന്തിക്കാടിന്റെ TP ബാലഗോപാലൻ MA, IV ശശി MT വാസുദേവൻ നായർ ടീമിന്റെ അഭയം തേടി, ഇനിയും കുരുക്ഷേത്രം, കുഞ്ഞാറ്റക്കിളികൾ, പടയണി എന്നിവയും, ഒപ്പം ശോഭന മോഹൻലാലിന്റെ ഭാര്യയായിട്ട് ഗസ്റ്റ് റോളിൽ വന്ന എന്റേത് മാത്രം എന്ന സിനിമയും. 1987-ൽ ഇവർ ഒരുമിച്ച് ഒരേ ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചുള്ളൂ. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ക്ലാസിക് കോമഡി ഹിറ്റ് നാടോടിക്കാറ്റിൽ. 88-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത 2 സിനിമകളിൽ, ആര്യൻ, വെള്ളാനകളുടെ നാട് എന്നീ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു. 89-ൽ ശോഭന തന്നെ ആകെ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അത് മമ്മൂട്ടിയുടെ കൂടെയായിരുന്നു, ചരിത്രം എന്ന പടത്തിൽ. പിന്നെ 91-ലാണ് ഉള്ളടക്കത്തിലൂടെ ഈ ജോഡി വീണ്ടും ഒന്നിക്കുന്നത്. അതേ വർഷം തന്നെ വാസ്തുഹാരയിലും കോമ്പിനേഷൻ സീനോ അല്ലെങ്കിൽ പെയറോ ഒന്നും ആയിരുന്നില്ല എങ്കിലും മോഹൻലാലും ശോഭനയും അഭിനയിച്ചിട്ടുണ്ട്. 93-ൽ സിബി മലയിലിന്റെ മായാമയൂരത്തിൽ ഇവർ ജോഡികളായി വീണ്ടും എത്തി. തുടർന്ന് അതേ വർഷം തന്നെ ക്ലാസിക് സിനിമയായ മണിച്ചിത്രത്താഴ് റിലീസായി. ഇതിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചുവെങ്കിലും ജോഡിയായിരുന്നില്ല. ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. ചുമ്മാ ഇരി സനി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. തൊട്ടടുത്ത വർഷം 94-ൽ 4 സിനിമകളിൽ ഇവർ നായികമാരെ അഭിനയിച്ചു. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത പവിത്രം, ശ്രീരാഗമോ തേടുന്നു നീ, പ്രിയദർശന്റെ തേന്മാവിൻ കൊമ്പത്ത്, മിന്നാരം എന്നീ 2 സിനിമകൾ, മോഹൻ സംവിധാനം ചെയ്ത പക്ഷേ, എല്ലാ മലയാളികൾക്ക് പ്രിയപ്പെട്ട സിനിമകൾ. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം 2000-ലാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത് IV ശശി സംവിധാനം ചെയ്ത ശ്രദ്ധ എന്ന സിനിമയിൽ. പിന്നെ ശോഭന തന്നെ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തു. പിന്നെ 2004-ൽ ജോഷിയുടെ മാമ്പഴക്കാലത്തിലും നമ്മൾ ശോഭന മോഹൻലാൽ ജോഡിയെ വീണ്ടും കണ്ടു. പിന്നെ 2009-ൽ മോഹൻലാലിന്റെ സ്റ്റൈലിഷ് ആക്ഷൻ പടം സാഗർ ഏലിയാസ് ജാക്കിയിൽ അദ്ദേഹത്തിന്റെ ജോഡി അല്ലെങ്കിലും ഒരു പ്രധാന വേഷത്തിൽ തന്നെ ശോഭന വന്നു. അതിനുശേഷം 16 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയിൽ ഇവർ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നത്.
സോ ആകെ മൊത്തം 26 സിനിമകൾ. ഇനി ഇതുകൂടാതെ 90-ൽ ഞാൻ പറഞ്ഞതുപോലെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ധനുഷ് കോടി എന്ന ചിത്രത്തിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ ശോഭനയും വന്ദനത്തിലെ ഗിരിജ ഷട്ടറുമായിരുന്നു നായികമാർ. അതിന്റെ ഷൂട്ടിംഗ് റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇവിടെ കാണുന്നത്. ചിത്രത്തിന്റെ വൻ ബജറ്റ് മൂലം പടം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതുകൂടാതെ ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ഉപേക്ഷിച്ച ചിത്രങ്ങൾ വേറെ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സ്ഫടികം, നരസിംഹം തുടങ്ങിയ സിനിമകളിൽ ശോഭനയാണ് ആദ്യം നായികയായിട്ട് പരിഗണിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവർ സ്ക്രീനിൽ ഒരുമിക്കുമ്പോൾ മലയാളികൾക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ജോഡിയെ. ഇവർ ഒരുമിച്ചുള്ള പാട്ടുകൾ, റൊമാൻസ്, ഡാൻസ് എല്ലാം എവർഗ്രീൻ സ്റ്റാറ്റസ് നേടിയവയുമാണ്. മോഹൻലാലുമൊത്ത് ശോഭനയെ അഭിനയിച്ച 26 സിനിമകളിൽ 21 മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയോ കാമുകിയോ അങ്ങനെ റൊമാൻറ്റിക് നായികയായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി ചിത്രങ്ങളിൽ ജോഡിയായിരുന്നില്ല. അപ്പോൾ ഇനിയും ഇവർ ഒരുമിച്ച് വരുന്ന സിനിമകൾ തുടരണം. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അപ്പോൾ നിങ്ങൾക്ക് മോഹൻലാൽ ശോഭന കോംബോയിൽ വന്ന ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടമെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നാമ്പുറമായിട്ടൊരു കാര്യം പറയാനുണ്ട്. സത്യത്തിൽ എണ്ണം നോക്കുകയാണെങ്കിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ സിനിമകളിൽ ശോഭന ജോഡിയായി അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ കൂടെയാണ്. 38 സിനിമകളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത്. അതിൽ 32 സിനിമകളിൽ നായികയായിട്ട് തന്നെയാണ് അഭിനയിച്ചത്. മറ്റു ചിത്രങ്ങളിൽ സഹോദരി വേഷവും സപ്പോർട്ടിംഗ് റോൾസും ഒക്കെയായിരുന്നു. എന്തായാലും മോഹൻലാൽ, മമ്മൂട്ടി, ശോഭന ഇവർ 3 പേരും മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച ലെജൻഡ്സ് തന്നെയാണ്. തുടരുമിന് ശേഷം ഒരു മമ്മൂട്ടി ചിത്രത്തിലും ശോഭന ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ശരി എന്നാ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ ഓൺ Facebook and Instagram, Life of Ragesh, Thriller by Ragesh and Puthuram channel. Also support my movie review and recommendation channel, Thriller by Ragesh. Thank you so much.